CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി യോഗം ഇന്നാണ് ചേരുക. മുതിർന്ന നേതാവ് KC രാജഗോപാലൻ ഉയർത്തിയ ആരോപണങ്ങളും സ്വർണ്ണക്കൊള്ള പാരഡി ഗാനത്തിനെതിരായ നടപടികളുമൊക്കെ ഈ യോഗത്തിൽ നിന്ന് ചർച്ചയാകും. വെഴുവേലി പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടാൻ കാരണം കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിയാണെന്നായിരുന്നു മുൻ MLA KC രാജഗോപാലിന്റെ ആരോപണം. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ഷിജോ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. നേരത്തെ CPMന്റെ ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗമൊക്കെ ചേരുമ്പോൾ അതിനകത്ത് ഉണ്ടാകാത്ത തരത്തിൽ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സെക്രട്ടറി യോഗമാണ് ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ CPM ചേരുന്നത്. രാവിലെ 10 മണിയോടുകൂടി പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഈ യോഗത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അജണ്ടയായിട്ട് വരിക. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ജില്ലയിൽ CPMന് ഉണ്ടായിട്ടുള്ളത്. 2 നഗരസഭകളിലടക്കം ഭരിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് അടൂരിലേക്ക് പന്തളത്തേക്ക് മാത്രം ഭരണം പോയി, ബാക്കി 3 ഭരണം നഷ്ടമായി. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടി പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുൻ MLAയും ജില്ലയിലെ മുതിർന്ന CPM നേതാവുമായിട്ടുള്ള KC രാജഗോപാലൻ ഉയർത്തിയ കുറേയധികം വിമർശനങ്ങളുണ്ട്. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് KC രാജഗോപാലൻ ഉന്നയിച്ചത്. അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യണം. അതിനുശേഷമായിരിക്കും KC രാജഗോപാലിൽ നിന്ന് വിശദീകരണം തേടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുക്കുക. പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്നുള്ളതാണ് KC രാജഗോപാലിനെതിരായിട്ടുള്ള പാർട്ടിയുടെ നിലവിലത്തെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ KC രാജഗോപാലൻ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പരസ്യ പ്രതികരണം നടത്തിയത് പാർട്ടിയെ വലിയ തരത്തിൽ ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്? അങ്ങനെ അദ്ദേഹത്തെ ബോധപൂർവം അവിടെ തോൽപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും മെഴുവേലി പഞ്ചായത്ത് 8-ാം വാർഡിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ അസ്വാരസ്യങ്ങളും നമുക്കറിയാം. ആറന്മുളയുടെ ചെമ്പട എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ വലിയ രൂക്ഷമായിട്ട് വിമർശനം ഉന്നയിച്ചിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റ് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പലതരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനകത്തൊരു ചർച്ചയുണ്ടാകും. മുതിർന്ന നേതാക്കളായിട്ടുള്ള തോമസ് ഐസക്കും CS സുജാതയും അടക്കമുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ പാരഡി ഗാനത്തിനെതിരെ CPM പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും പരാതി കൊടുക്കുക. ആ പരാതി ഏത് രീതിയിൽ, അതായത് നമുക്കറിയാം ഇപ്പോൾ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ സൈബർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. വിശ്വാസികളെയും അല്ലെങ്കിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് CPM ജില്ലാ കമ്മിറ്റി ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം, അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുക. എന്തായാലും അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ CPM നേതൃത്വം കടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.